ഇന്ത്യക്ക് ചുറ്റും ശത്രുരാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന ഒരു ആക്ഷേപം അടുത്തിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് നമ്മുടെ നെഹ്റുവിൻ്റെ കാലത്ത് ചൈന നമ്മുടെ ശത്രുരാജ്യമായി മാറി. ഇന്ത്യ ചൈന ബായി ബായി ഒക്കെ അന്ന് അവസാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ചൈന ടിബറ്റ് കീഴടക്കിയപ്പോൾ ടിബറ്റിൻ്റെ ഭരണ മേധാവികളായിരുന്ന ദലൈലാമയൊക്കെ നമ്മളിവിടെ അഭയം കൊടുത്തു. പിന്നീട് പാകിസ്ഥാൻ ശത്രുരാജ്യമായി ആദ്യം മുതലേ ഉണ്ടെങ്കിലും ബംഗ്ലാദേശിനെ മോചിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് വീണ്ടും കൂടുതൽ ഒരു ശത്രുതാ മനോഭാവം കാണിക്കാൻ തുടങ്ങി. പിന്നീട് മാൽദ്വീപ് അടുത്ത കാലത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ചൈനയോട് അടുപ്പം കൂടുതൽ കാണിക്കുന്നു. ശ്രീലങ്ക ചിലപ്പോഴൊക്കെ ചൈനയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശ്രീലങ്കയും നമ്മളോട് ശത്രുത കാണിക്കുകയും രാജീവ് ഗാന്ധി അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ അടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് എത്തി. അപ്പം നെഹ്റുവിൻ്റെ കാലത്ത് ശത്രുത ചൈനയുമായിട്ട് വളരെയധികം വളർന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാനുമായിട്ടും വളർന്നു. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 7 വർഷത്തോളം ആദ്യത്തെ ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുജീബ് റഹ്മാൻ്റെ മകള് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ താമസിപ്പിച്ചു. 7 വർഷം ഇന്ദിരാഗാന്ധി താമസിപ്പിച്ചതിൻ്റെ പേരിൽ അന്ന് ബംഗ്ലാദേശ് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ശത്രുതയിലായിരുന്നു. പിന്നെ ചൈന ശക്തി പ്രാപിച്ചപ്പോഴത്തേക്കും അവർ ശ്രീലങ്കയിൽ ഹമ്പൻതൊട്ട തുറമുഖം ഉണ്ടാക്കി. പിന്നെ അവിടെ കുറേയധികം പണം നൽകി. അപ്പോൾ ഇന്ത്യയിലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത അവിടെ പലർക്കും വന്നു. മാൽദ്വീപ്സിൽ അതുപോലെ വലിയ പാലം പണിതു. ബാക്കി കുറേ പണമൊക്കെ ചൈന മുടക്കിയപ്പോഴത്തേക്കും അവിടെയും ഇന്ത്യയോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നു. അപ്പോൾ ചൈന അടുത്ത കാലത്ത് വളർന്ന് പണം മുടക്കി ഇന്ത്യക്കെതിരെ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടി നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യക്ക് ചുറ്റും ഈ ശത്രുരാജ്യങ്ങൾ വന്നു എന്നുള്ളത് പല ഘടകങ്ങളിലാണ്. അത് നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തുമൊക്കെ നടന്നു വന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടും പിന്നെ ചൈന അടുത്ത കാലത്ത് കൂടുതൽ ശക്തി പ്രാപിച്ചതിൻ്റെ അവരുടെ ഒരു നയത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ ശത്രുരാജ്യങ്ങളുടെ എണ്ണം കൂടിയത്. പിന്നെ ചൈന ടിബറ്റ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയമായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. അടുത്ത കാലത്ത് അമേരിക്ക ടിബറ്റ് ഒരു തർക്ക വിഷയമാണെന്നൊക്കെ പറയുകയും അപ്പോൾ ദലൈലാമ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്ക് എന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഷെയ്ഖ് ഹസീന ഡൽഹി താമസിക്കുന്നു. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 7 വർഷത്തോളം താമസിച്ചിരുന്നു. ഇപ്പോൾ ആകെ 7 ദിവസം പോലും ആയില്ല. പക്ഷെ അത് ബംഗ്ലാദേശിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്? ഈ ശത്രുരാജ്യം തന്നെയാണോ ബംഗ്ലാദേശ്? അത് നമുക്ക് നോക്കാം. അവിടെ ഒരു പട്ടാള മേധാവിയാണ് അവിടുത്തെ പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കുന്നത്. അവിടുത്തെ ഭരണകൂടം ഭരണത്തിലുള്ളവർ ആരൊക്കെ എന്നുള്ള പട്ടാള മേധാവി തീരുമാനിക്കുന്നു. അപ്പോൾ പട്ടാള മേധാവി തീരുമാനിക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് നല്ലതാണോ മോശമാണോ എന്ന് പറയാറായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊന്നു കെട്ടിത്തൂക്കുന്നു. അതുപോലെ ഇഷ്ടമില്ലാത്തവരുടെ വീടുകളും കടകളും ഒക്കെ കത്തിക്കുന്നു. ഇഷ്ടമില്ലാത്തവരുടെ ഹോട്ടൽ കത്തിക്കുന്നു. അപ്പോൾ അത് ഒരു കലാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലും പണ്ട് കാലത്ത് ഇതുപോലത്തെ കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബോംബെയിൽ, അതുപോലെ മീററ്റിൽ, ഹൈദരാബാദിൽ, കാശ്മീരിൽ, നമ്മുടെ കേരളത്തിലെ മാറാട് വരെ നമ്മൾ ഈ കലാപങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള കലാപ ദൃശ്യങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുതിയ പ്രസിഡന്റും ഭരണകൂടവും ഒക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ബംഗ്ലാദേശിലുള്ള കുറേയധികം ആളുകൾ പാകിസ്ഥാനോടാണ് ഞങ്ങൾക്ക് കൂറ് എന്ന് പറഞ്ഞ പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കാം. പ്രകടനം നടത്താൻ അധികം ആളുകളുണ്ടല്ലോ. പ്രകടനം ഇപ്പം അടുത്ത കാലത്ത് ഒരു ടെററിസ്റ്റിനെ കൊന്നപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലും ഒരു ബാനറൊക്കെ പിടിച്ച് പ്രകടനം നടത്തുന്ന ഒരു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പ്രകടനം നടത്തി എന്ന് കരുതി ബംഗ്ലാദേശ് ഇന്ത്യയോട് എതിരാണ്, ശത്രുരാജ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ അവിടെ കുറച്ച് പേര് അവിടുത്തെ ലൈബ്രറിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എടുത്ത പുസ്തകങ്ങളൊക്കെ തുപ്പുന്നു, എന്നിട്ട് അത് ചവിട്ടി പുസ്തകങ്ങൾ കത്തിക്കുന്നു എന്നൊക്കെ കാണുന്നതും അതൊക്കെ അവരുടെ വിവരക്കേടായിട്ട് കൂട്ടിയാൽ മതി. അല്ലാതെ അത് ആരുടെ ശത്രുത കൊണ്ട് ആണ് എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ
വിവരമുള്ള ആളുകൾ ഭരണത്തിൻ്റെ തലപ്പത്ത് ബംഗ്ലാദേശിൽ ഉടനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്ത്യയോട് ഒരു മമതയോടുകൂടി തന്നെ പോകാനുള്ള താല്പര്യം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, ഈ ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് ഇങ്ങനൊരു സംഭവവികാസം ഉണ്ടായപ്പോഴത്തേക്ക്, കലാപങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ചിലർ പറയുന്നു ഇനി അടുത്ത ലക്ഷ്യം ഇന്ത്യയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് പോലെ ആകുമോ? ബംഗ്ലാദേശ് പോലെ ആകാം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചൈനയുടെ സുഹൃത്തുക്കളും അതുപോലെ പാകിസ്ഥാൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇന്ത്യക്കകത്തും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശ് പോലെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ ഇനി അടുത്തത് ഇങ്ങനെ ബംഗ്ലാദേശ് പോലെ ആക്കും എന്നൊക്കെ ഉള്ള ചില വാർത്തകൾ പടച്ചുവിടുന്നത്. പക്ഷെ ആകാതിരിക്കാൻ, ബംഗ്ലാദേശ് പോലെ ആകാതിരിക്കാൻ, പാകിസ്ഥാൻ പോലെ ആകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഓപ്പൺ ബോർഡർ പോളിസി പാടില്ല. ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നവരെ ഒക്കെ അങ്ങനെ നുഴഞ്ഞു കയറി വരാതിരിക്കാനുള്ള തരത്തിലുള്ള നടപടികൾ വേണം. ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുറേയധികം ആളുകൾ നുഴഞ്ഞു കയറി ആസാമിലേക്കും ബംഗാളിലേക്കും ഈവൻ കേരളത്തിൽ വരെ വന്ന് കള്ള പാസ്പോർട്ടും കള്ള ആധാർ കാർഡും ഒക്കെ ആയിട്ട് കളവായി താമസിക്കുന്നു എന്നുള്ളതൊക്കെ പല തവണ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ അത് ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നുഴഞ്ഞു കയറി വന്നവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും കലാപങ്ങൾ ഉണ്ടാക്കാം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്കകത്ത് ഒരു അഴിമതിരഹിത ഭരണം ഉണ്ടായിരിക്കണം. അഴിമതി ഇല്ലാത്ത നല്ല ഭരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാപങ്ങളൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്, കുടുംബവാഴ്ച ഉണ്ടാകാൻ പാടില്ല. ബംഗ്ലാദേശിൽ ഇപ്രാവശ്യം ഇതുണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം കുടുംബവാഴ്ച തന്നെയാണ്. ആദ്യത്തെ പ്രസിഡന്റിൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന, കുറേ കാലമായിട്ട് അവിടെ ഭരിക്കുന്നു. അപ്പനും അതിനുശേഷം മകളും ഒക്കെ ഭരിക്കുന്നു. അവരുടെ ബന്ധുക്കൾ, ഈ ഇപ്പോഴത്തെ പട്ടാള മേധാവി തന്നെ ഒരു ബന്ധുവാണെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ അധപ്പതനത്തിലേക്ക് നയിക്കും. അതാണ് ബംഗ്ലാദേശിൽ നമ്മളിപ്പോൾ കണ്ടത്. അടുത്തൊരു കാര്യം, നമ്മളുടെ ഇലക്ഷൻ്റെ നടത്തിപ്പ് സുതാര്യമായിരിക്കണം. പരീക്ഷാ നടത്തിപ്പ് സുതാര്യമായിരിക്കണം, കറക്റ്റായിരിക്കണം. നിയമനങ്ങൾ സുതാര്യമായിട്ട് അഴിമതിയില്ലാതെ നടക്കണം. പല സ്ഥലങ്ങളിലുള്ള നിയമനങ്ങൾ അഴിമതിയിലാണ് നടക്കുന്നത്. പരീക്ഷാ നടത്തിപ്പ് പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കേട്ട കാര്യങ്ങളാണ്. അതൊക്കെ അവസാനിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുപോലെ നീതി നടപ്പാകുന്നത്, നീതി നമുക്കിവിടെ നടപ്പാകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നീതിയായിട്ട് ന്യായമായിട്ട് ഇവിടെ വേഗത്തിൽ നടപ്പാകുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആവശ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ മനുഷ്യർ വളരെ വളരെ വിഷമത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നീതിയുടെ നിർവഹണത്തിൻ്റെ ഒരു കാലതാമസം. സുപ്രീം കോടതിന് എത്രയോ വർഷങ്ങളായിട്ട് കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഒരു 15 പ്രാവശ്യവും ഇങ്ങനെ നീട്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുഭവമുള്ള ഒരു ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകാൻ വേണ്ടുന്ന നയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകും. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലിയെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ അല്ല ഇപ്പോൾ താമസിക്കുന്നത്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ശത്രുവായിട്ട് കാണാതെ അവരെ മിത്രങ്ങളായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അകലെയുള്ള ഒരു മിത്രമല്ലല്ലോ നമുക്കുണ്ടാവുക, അടുത്തുള്ള ഒരു ശത്രുവായിരിക്കാൻ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഗതി ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാവില്ല.